ഈ മീൻ എന്താണെന്ന് അറിയില്ലേ? ചാവല്ല. മുന്നോട്ട് മതി. അറി വെക്കാൻ വേണ്ടിട്ടേ അവൻ കട്ട് ചെയ്യാൻ വേണ്ടി പോകും. ഇതിന് പാല് കട്ട് ചെയ്യും. ഈ ഭാഗത്തൊന്ന് തരും. പക്ഷെ അതിന്റെ നെയ്യാണ് കുടൽ. നെയ്യ് ഇങ്ങനെ ചെറുതായി അതിന്റെ വാലിന്റെ ഭാഗം വൃത്തിയാക്കി വരുമ്പോഴേ അതിന് വരും. എങ്ങനെ കറി വെക്കാന്ന് അറിയോ? മുളക്, മല്ലി, മഞ്ഞള്, അതുപോലെ തന്നെ പെരിഞ്ചീരകം, നാളികേരം, ചെറിയ ഉള്ളി, ഇതൊക്കെ കൂടിയിട്ട് എന്ത് ചെയ്യുക? വറുത്തരച്ച് അങ്ങനെ കറി വെക്കി. ഇംഗ്ലീഷിന്റെ പേരെന്താണെന്നറിയോ? അറിയില്ലല്ലോ. ഇതാരെ പഠിപ്പിക്കുന്നു? ചെറിയ ഇടുക, എന്നിട്ട് വെളുത്തുള്ളി ഇടുക, നന്നായിട്ട് ചതച്ചിടുക. ഇനി ഉപ്പ് കഴുകിയതാണ്. ഇനി നന്നായിട്ട് ഉപ്പിട്ടിട്ടേ വിനാഗിരി ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം ഇവിടെ ചേർത്ത് വയ്ക്കുക. അപ്പോൾ ഇതിനുള്ള അഴുക്ക് കംപ്ലീറ്റ് പോകും. എത്രയോ തവണ നമ്മൾ കഴുകിയതാണ്. അപ്പോൾ വിനാഗിരി ഉപ്പ് ഇട്ടിട്ട് കഴുകിയൊക്കെ കണ്ട ഇനി നല്ല വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും വാഷ് ചെയ്തിട്ട് എടുക്കും. വാല് പണ്ട് എന്ത് ചെയ്യണ്ട, അനുസരണമില്ലാത്ത വികൃതിയൊക്കെ കാണിക്കുന്ന കുട്ടികളെന്ത് വേണ്ട. എത്ര പറഞ്ഞാലും അനുസരിക്കാത്ത കുട്ടികളെന്ത് ചെയ്യും? ഇതിൻ്റെ പാല് കൊടുത്ത് വെച്ചിട്ട് അന്നത്തെ രക്ഷിതാക്കൾ എന്ത് ചെയ്യും? തരണ്ടി പാലോട്ട് അടിക്കും. പറയുന്ന കേട്ടിട്ടുണ്ടോ? ഇന്ന് ഞാൻ തരണ്ടി പാലോട്ട് അടിക്കും ഒക്കെ പറയുന്ന കേട്ടിട്ടുണ്ടോ? അന്നത്തെ രക്ഷിതാക്കൾ അടിച്ചിരുന്നു. ഇന്ന് നിങ്ങളെ സ്കൂളിൽ അധ്യാപകർക്ക് ശിക്ഷിക്കാൻ പാടില്ല കേട്ടാ. അച്ഛനൊക്കെ എന്ന് പറഞ്ഞാൽ 1-ാം ക്ലാസ്സിലേ 100 വരെ എഴുതാൻ അറിയാത്തതിൻ്റെ പേരിൽ ആ രാജേട്ടല്ലേ, അച്ഛൻ മറ്റേ പാലാച്ചാച്ചൻ്റെ അപ്പുറത്തുള്ള ആ രാജേട്ടനെ കൊണ്ട് കടല കൊടുത്തിട്ട് 100 വരെ എഴുതി വെച്ച്. അതിന് എൻ്റെ 2 തുടയും 1-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. അപ്പോൾ എന്ത് ചെയ്യണ്ട, കുട്ടിക്കാലത്ത് തരണ്ടി പാലുകൊണ്ടേ ചില രക്ഷിതാക്കൾ അടിക്കും. അവിടെ നിന്ന് തൊഴിയൊക്കെ കൊണ്ട് പോകും. പിന്നെ ആ കുട്ടികൾ എന്ത് ചെയ്യില്ല, വെറുതെ ഒന്നും കാണിക്കില്ല. കാരണം ജീവിതത്തിൽ മരണം വരെ എന്ത് ചെയ്യും, അവർക്ക് ആ ഓർമ്മ ഉണ്ടാവും. പണ്ടത്തെ ഇന്നിപ്പോൾ നിങ്ങൾ ആരെങ്കിലും തല്ലുന്നുണ്ടായില്ല.
അധ്യാപകർക്ക് പോലും തല്ലാനുള്ള അവകാശമില്ല. ഇനി നമുക്ക് കറി വെക്കാൻ കൊണ്ടുപോകാം. കഴുകി കഴിഞ്ഞു, വെള്ളമൊക്കെ ഉണ്ട്, തെളിഞ്ഞു വന്നു. ഉരുട്ടാ. മാമാ, ആ, ഇതൊക്കെ എടുക്കണ്ട. ഒഴിച്ചൂടെ? ഒഴിച്ചൂടെ, ഒഴിച്ചൂടെ? മൊത്തം ഒഴിക്കണോ? ആ, ഉലുവ ഇടുക. ഇനി അടുത്തതായിട്ട് ചെറിയ ഉള്ളി ഇടുക. വെളുത്തുള്ളി, ചെറിയ ഉള്ളിയും കൂടി ഇടുക. ഇളക്കുക, ഇളക്കുക, നല്ല നല്ല ഇളക്കുക. അയ്യോ, ഇനി പച്ചമുളക് ഇടുക കേട്ടോ. പച്ചമുളക് ഇടുക. തക്കാളി, ഇഞ്ചിടുക, വേപ്പില, കുറച്ച് ഉപ്പെടുത്താൻ. കൈ കൊണ്ടോ? ആ, അത് കിട്ടും. എന്തിനാണെന്നറിയോ? ആ ഉള്ളി തക്കാളി എല്ലാം തന്നെ എളുപ്പം വാടി കിട്ടും കേട്ടാ. തക്കാളി ജീരകത്തിൻ്റെ പൊടി, അച്ചിട്ടാ. ആ കേട്ടോ. ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി കേട്ടോ, താഴ്ത്തിയിട്ട് അല്പം കൂടി കേട്ടോ. ഓക്കെ, 4 സ്പൂൺ മുളക് പൊടി ഇട്, താഴ്ത്തിയിട്ട്. 1 സ്പൂൺ മുളക്. അങ്ങനെ 2 സ്പൂൺ മല്ലിയിടും. നല്ല വെള്ളം, പുളിവെള്ളം വേണം കേട്ടോ. അപ്പോൾ ഇനി പുളിവെള്ളം, വാളംപുളിയുടെ വെള്ളമാണ്. ഓക്കെ, ഉപ്പിടാം, ഉപ്പിടാം. ആകല്ലേ ഉപ്പുണ്ടാവുക. ഉപ്പുണ്ടാവും. കൊല്ലുവാ, ആ മീനെടുത്തിട്ട് പോവാ. ചാറെല്ലാം നന്നായി തിളച്ച് ഇനി മീനിടുക കേട്ടാ. ഇതാ ഇങ്ങനെ വെതറി വെതറി. അപ്പോൾ ഏകദേശം
കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ തേങ്ങാപ്പാലേ അതിൽ ചേർക്കാൻ വേണ്ടി പോവാം. അച്ചിച്ച സൂപ്പറാണോ? നിങ്ങൾ പറയും കഴിയട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. സൂപ്പർ ഞാനുണ്ട് മൊത്തേ. സൂപ്പർ. ഇനി കറി റെഡിയായി. ഇനി നാളേക്കുള്ള മീൻ വല വീശി പിടിക്കാൻ വേണ്ടി പോവാ നമ്മൾ കേട്ടാ. ഇത് മൂടി വയ്ക്കും. തീയേ ചെറു തീയായിട്ട് കിടന്നോട്ടെ കേട്ടാ. ശരി. അച്ചിച്ചൻ പറയാൻ വേണ്ടി പഞ്ഞിട്ട് എവിടെ കാലം കൊറേ കണ്ടിട്ട് നാളെ മറ്റന്നാ പോവും. കറി തുറക്കട്ടെ. എന്തെങ്കിലും ആ ഇനി ഭക്ഷണം കഴിക്കാം. ഹലോ ഗായ്സ്, നമ്മുടെ തെരഞ്ഞെടുക്കറി നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഇങ്ങോട്ടില്ല ഞാനുണ്ട്. ഗായ്സ്, അച്ചിച്ചൻ ഉണ്ടാക്കിയ കറി സൂപ്പർ ആയിട്ട് നിങ്ങളും ട്രൈ ചെയ്യുക. അടിപൊളി.
എല്ലാവർക്കും ഞങ്ങളുടെ തെരണ്ടിക്കറി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അച്ഛൻ്റെ ഈ റെസിപ്പി ഞങ്ങൾക്ക് ഇഷ്ടമായി. നിങ്ങളും ട്രൈ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക.